നിങ്ങളെ ഈ വഴി കൂടെ ഇങ്ങനെ പാഞ്ഞു പറിച്ചത് എവിടെയാണ് പോണത്? അല്ല, ഞാൻ ചേച്ചിയെ കണ്ടിട്ട് കുറവ് സായില്ലേ, അപ്പൊ ചേച്ചിയെ കണ്ട് ചെറുതായിട്ടൊന്ന് സന്തോഷം പ്രകടിപ്പിക്കാന്ന് വിചാരിച്ചു. ഓ, ഈ സ്പീഡിലാണ് പോണെങ്കിലേ അവർ സങ്കടത്തോടെ നിന്നെ കാണാൻ ആശുപത്രി വരേണ്ടി വരും. അല്ലെങ്കിലേ നമ്മളെ ഇപ്പോഴത്തെ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമില്ലേ, അതില് അങ്കിളിന്റെ പാർട്ടിയുടെ നിഗമനം എന്തിനാണ്, ഒരു വിലയിരുത്തൽ എന്തിനാണ്? ഡേയ്, രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് എന്ത്, അത് കഴിഞ്ഞേ ഉള്ളൂ പാർട്ടിയൊക്കെ. അതത്രേ ഉള്ളൂ. എന്നാലും നമ്മളെ കൂടെ ഈ വാറിന് നമ്മളെ ഇസ്രായേൽ നമ്മളെ കൂടെ നിന്നു, നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ വാറിന്. പക്ഷെ അമേരിക്ക നമ്മളെ കൂടെ നിന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അമേരിക്ക നിന്നില്ല. നിങ്ങൾ മനസ്സിലായത്? അല്ല, അമേരിക്ക നമ്മളോട് നിന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിന്നില്ല. അല്ല, ആരും പറഞ്ഞല്ല, പക്ഷെ അങ്ങനെയാണ്, അമേരിക്ക നിന്നിട്ടില്ല. പിന്നെ ഇന്ത്യക്ക് ഇപ്പൊ ആരുടെയും സഹായം ഒന്നും വേണ്ട, ഒറ്റയ്ക്ക് നിന്ന് അടിക്കാനുള്ള ചങ്കറപ്പുണ്ട്, അതിനുള്ള എല്ലാ സന്നാഹങ്ങളും നമ്മുടെ രാഷ്ട്രത്തിനുണ്ട് കേട്ടോ. അങ്ങനെ അത് കറക്റ്റ് കാര്യം. കാരണം നമുക്ക് അമേരിക്കയുടെ സഹായം വേണ്ടല്ലോ. നമുക്ക് അത്യാവശ്യം ഇന്ത്യയില് അത്യാവശ്യം വെപ്പൺസും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, നമുക്ക് കയറി അടിക്കാനല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ അമേരിക്ക വിളിക്കുന്നത്? എന്റെ ഒരു അഭിപ്രായത്തിൽ ക്ലീറ്റോങ്ങളെ, ഇവിടുന്ന് ഒരുത്തനെ നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി അയക്കാനും പാടില്ല, അവിടുന്ന് ഒരുത്തൻ ഇങ്ങോട്ട് വരാനും പാടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലോട്ട് ആരും പോവരുത്. ഓ, ഞാൻ പോവൂല, പക്ഷേ നീ പോവാൻ നോക്ക്. അമേരിക്കയില് അല്ല, പണിക്കൊക്കെ പോവാൻ നോക്കണം. ഞാൻ പോവില്ല. എന്താ പറഞ്ഞിട്ടോ? അമേരിക്ക കുഴപ്പമൊന്നും കൊണ്ടല്ലേ പറഞ്ഞത്? കുഴപ്പമാണ്. അവനെ ഒരു കിളി പോയ കേസ്, ചേച്ചിക്ക് വേറെ പണിയൊന്നും. ഞാൻ ചെല്ലട്ടെ. നിനക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ? ആരെങ്കിലും വഴി കൂടി പോയ വായി നോക്കിയിരുന്നോളണം. ഞാൻ എന്ത് ചെയ്ത്? മൊത്തത്തിൽ ഇപ്പൊ അമേരിക്കയാ കുഴപ്പം.